ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 14-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് കടന്നു വരുന്നത് ദൈവമായ കർത്താവ് നൽകിയ 4-ാമത്തെ കൽപ്പനയാണ്: മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനത്തില് ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം വസിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ, അവരെ ബഹുമാനിക്കുന്നതിന്, അവരോട് ചേർന്നിരിക്കുന്നതിന് പ്രതിഫലമായി ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് നിത്യജീവൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതോ മാതാപിതാക്കളെ മാറ്റിയിരുത്തുക, അല്ലെങ്കിൽ അവരെ തള്ളിക്കളയുക, പ്രത്യേകിച്ച് വാർദ്ധക്യകാലങ്ങളിൽ അവരെയൊക്കെ മാറ്റി നിർത്തുക, നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നാണക്കേട് തോന്നുന്ന ചില മേഖലകളൊക്കെ നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ ഉള്ളതാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, പഴയ നിയമത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ആ തലമുറയെ, അതിനെ സമ്പന്നമാക്കുന്നത്, അനുഗ്രഹമാക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മേഖല നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ചെയ്യുവാനായിട്ട്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിയെടുക്കുവാൻ നമ്മുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മുൻപിൽ ഒന്ന് മുട്ടുകുത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയാൻ നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? ഈശോയിൽ പ്രിയമുള്ളവരെ, ഇത് പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കിട്ടും. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളൊരു മാറ്റം ഉണ്ടാക്കിയിട്ട്, ഇത്ര നാളെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലുക, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവർക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, ഒന്ന് സ്നേഹിക്കുക, അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അവരെ സ്നേഹത്തോടെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനവും 4-ാം തിരുവചനവും ഒക്കെ പറയുന്നുണ്ട്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ. അതേപോലെ തുടർന്ന് വചനം ഇങ്ങനെ പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ ശാപം വാങ്ങാതിരിക്കുക, എന്നും അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക. അപ്പോൾ അത് നമ്മുടെ തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഈശോയിൽ പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാരെ അപമാനിക്കുന്ന, അവരെ ധിക്കരിക്കുന്ന, അവരോട് ചേർന്നിരിക്കാത്ത ആളുകളുടെ ജീവിതം, അവരെ അപമാനിക്കുന്ന, തള്ളിക്കളയുന്ന, ഒറ്റപ്പെടുത്തുന്ന ഇങ്ങനെയുള്ളവരുടെ ജീവിതം അവസാനം വേദന അനുഭവിക്കുന്നതായി തീരുമെന്ന് ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളില് പ്രത്യേകിച്ച് പ്രായമായവരെ അവരെ കൊണ്ടുചെന്ന് ആക്കുന്നതിന് വേണ്ടിയുള്ള വൃദ്ധസദനങ്ങളൊക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയിൽ പ്രിയമുള്ളവരെ, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ, അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെയൊക്കെ ഒന്ന് സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 7-ന്റെ 27, 28 തിരുവചനം ഈ നിമിഷങ്ങളൊന്ന് ഓർക്കുക. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാനായിട്ട് കഴിയും? ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം നമ്മുടെ ജീവിതമാണ്. നന്മ നിറഞ്ഞ, വിശുദ്ധി നിറഞ്ഞ, നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, അവരോടൊപ്പം ചേർന്നിരിക്കുന്ന ജീവിതമാണ്. അതിന് പകരം കൊടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും അവർ തന്നതിന്, അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് ഒന്നിനും പരിഹാരമാവുകയില്ല എന്നോർക്കണം. ഈ നോമ്പ് കാലത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ പൊന്നുപോലെ നോക്കുന്ന,
ആ ഒരു ചിന്തകളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാനായിട്ട് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മുടെ ഈ നോമ്പ് കാലവും തുടർന്നുള്ള നമ്മുടെ വിശുദ്ധ ജീവിതവും അനുഗ്രഹപൂർണ്ണമാക്കട്ടെ. ആമേൻ.